ഞാൻ ഇന്നൊരു അയിലക്കറിയാണ് വെക്കാൻ പോണത്. 3 അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട കറിവേപ്പില, ഒരു കഷ്ണം വലിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, പിന്നെ ഒരു 5 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഈ അയിലയ്ക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി ചേർക്കാവുള്ളൂ, ഒത്തിരി വെളുത്തുള്ളി ചേർത്താൽ കൊള്ളില്ല. പിന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമുക്ക് കറി വയ്ക്കാം. നമ്മൾ ചട്ടി അടുപ്പ് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്തിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കണം. ഞാൻ ഉലുവാപ്പൊടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ടീസ്പൂണാണ്, അതിന് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിത് മുളക് പൊടി എടുക്കുന്ന ഈ സ്പൂണിന് 3 സ്പൂൺ മുളക് പൊടിയാണ് എടുത്ത് വച്ചിരിക്കുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കാര്യം പറയാൻ മറന്നുപോയി. ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളി ഇട്ട് കൊടുത്തില്ല, പുളി ഇട്ട് കൊടുക്കാം. ഉപ്പ്, തിളച്ച് കഴിയുമ്പോൾ മീനിട്ട് കൊടുക്കാം. ഇത് തിളച്ച് നമുക്കിനി മീനിട്ട് കൊടുക്കാവേ. അടച്ച് വെച്ച് കൊടുക്കാം. കറി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നമ്മൾ കറി ചാറൊക്കെ പറ്റിയിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സ്റ്റൗ നമുക്ക് ഓഫ് ചെയ്തേക്കാം.